പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കുട്ടത്തിലിനെ അർദ്ധരാത്രിയുടെ മറവിൽ കള്ളക്കേസ് ചുമത്തി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ രാഷ്ട്രീയമായി നേരിടാൻ ശേഷിയില്ലാത്ത CPM പോലീസിനെ ക്വട്ടേഷൻ സംഘമാക്കി മാറ്റിയിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം പിണറായി വിജയനും സംഘവും ഓർക്കുക, രാഹുലിനെ പൂട്ടിയിട്ടാൽ തകരുന്നതല്ല കോൺഗ്രസ്. ഇതൊരു വ്യക്തിക്കെതിരെയുള്ള നീക്കമല്ല, മറിച്ച് ജനാധിപത്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ്. രാഹുലിനെ തടവിലാക്കിയാൽ കോൺഗ്രസിന്റെ പ്രചാരണം നിലയ്ക്കുമെന്നും കോൺഗ്രസ് ഭയപ്പെടുമെന്നുമാണ് CPM കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് എന്നത് ഒരാളിൽ കേന്ദ്രീകൃതമായ പാർട്ടിയല്ല. പതിനായിരക്കണക്കിന് നേതാക്കളും ലക്ഷക്കണക്കിന് പ്രവർത്തകരുമുള്ള ഈ മഹാപ്രസ്ഥാനം ഒരു വ്യക്തിയുടെ അറസ്റ്റോടെ സ്തംഭിച്ചു പോകില്ല. രാഹുലിനെതിരെ വന്നിട്ടുള്ള പീഡന പരാതികളോ മറ്റ് ക്രിമിനൽ കേസുകളോ കോൺഗ്രസ് എന്ന ആശയത്തെയോ അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെയോ ബാധിക്കുന്നതല്ല. വ്യക്തികൾ വരും പോകും, പക്ഷേ പ്രസ്ഥാനം അതിന്റെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുക തന്നെ ചെയ്യും. എന്തായാലും പാലക്കാട്ടെ KPM ഹോട്ടൽ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. അന്ന് നീലപ്പെട്ടി എന്ന കള്ളക്കഥ മെനഞ്ഞവർ ഇന്ന് അതിലും തരംതാണ മറ്റൊരു നീക്കവുമായാണ് എത്തിയിരിക്കുന്നത്. രാഹുൽ താമസിച്ചിരുന്ന 1-ാം നിലയിലെ മുറിക്ക് തൊട്ടടുത്ത മുറിയിൽ പോലീസ് സംഘം തമ്പടിച്ചത് യാദൃശ്ചികമല്ല. ദിവസങ്ങളോളം നീണ്ട ആസൂത്രണം ഇതിന് പിന്നിലുണ്ട്. സ്വർണ്ണക്കടത്ത് വിവാദത്തിൽ സർക്കാർ പതറി നിൽക്കുമ്പോൾ ജനശ്രദ്ധ തിരിക്കാൻ ഒരു ഇരയെ അവർക്ക് ആവശ്യമായിരുന്നു. ആ ഇരയായി രാഹുലിനെ മാറ്റാമെന്ന് കരുതിയവർക്ക് തെറ്റി. ഹോട്ടൽ ജീവനക്കാരിൽ നിന്ന് മുറിയുടെ താക്കോല് വാങ്ങി അർദ്ധരാത്രിയിൽ മുറി സീല് ചെയ്ത ഒരു ജനകീയ നേതാവിനെ കൊണ്ടുപോകുമ്പോൾ പോലീസ് യൂണിഫോമിൽ നിൽക്കുന്നത് വെറും CPM ഗുണ്ടകളാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പിണറായി സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത് സ്വർണ്ണക്കടത്ത് ആരോപണങ്ങളാണ്. ഓരോ തെളിവുകളും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നീളുമ്പോൾ അത് മറച്ചുപിടിക്കാൻ പുതിയൊരു വിവാദം ആവശ്യമാണ്. അതുകൊണ്ടാണ് പഴയ പീഡന പരാതികൾ പൊടിതട്ടിയെടുത്തും പുതിയ കേസുകൾ മെനഞ്ഞും രാഹുലിനെ കുടുക്കാൻ ശ്രമിക്കുന്നത്. സ്വർണ്ണക്കടത്തിന്റെ തിളക്കം കുറയ്ക്കാൻ ലൈംഗിക പീഡന പരാതി എന്ന ആയുധം പുറത്തെടുക്കുന്നതിലൂടെ CPMന്റെ രാഷ്ട്രീയ പാപ്പരത്വമാണ് വെളിപ്പെടുന്നത്. ഷാഫി പറമ്പിൽ പറഞ്ഞതുപോലെ ഇതൊന്നും കോൺഗ്രസിന്റെ രോമത്തിൽ പോലും തൊടില്ല. രാഹുൽ മാങ്കുട്ടത്തിലിനെ അറസ്റ്റ് ചെയ്താൽ കോൺഗ്രസ് തകരുമെന്നത് CPMന്റെ വ്യാമോഹം മാത്രമാണ്. കോൺഗ്രസ് എന്നത് ഒരു വ്യക്തിയല്ല, അതൊരു വികാരമാണ്. ഉപതെരഞ്ഞെടുപ്പിന് 100 ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രചാരണ രംഗത്ത് നിന്ന് രാഹുലിനെ മാറ്റിയാൽ UDF തളരുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് ചരിത്രം അറിയില്ല. രാജീവ് ഗാന്ധിയെയും ഇന്ദിരാഗാന്ധിയെയും വേട്ടയാടിയവർക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത പ്രസ്ഥാനമാണ് ഇത്. രാഹുലിന്റെ അറസ്റ്റ് പ്രവർത്തകരുടെ ആവേശം ഇരട്ടിയാക്കുകയുള്ളൂ. തെരുവുകളിൽ പടരുന്ന ഈ പ്രതിഷേധം ഒരു വലിയ രാഷ്ട്രീയ സുനാമിയായി മാറി പിണറായി സർക്കാരിനെ ഒഴുക്കിക്കളയും. നീലപ്പെട്ടി വിവാദത്തിൽ കോൺഗ്രസ് കള്ളപ്പണം കടത്തിയെന്ന് അലമുറയിട്ട പോലീസ് പിന്നീട് കോടതിയിൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വന്നു. പണമില്ലെന്ന് പോലീസ് തന്നെ റിപ്പോർട്ട് നൽകി. അന്ന് കിട്ടിയ ആ ആഘാതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ CPM കണ്ടെത്തിയ പുതിയ മാർഗമാണ് ഈ അറസ്റ്റ്. രാഹുൽ മാങ്കുട്ടത്തിൽ എന്ന വ്യക്തിയെയല്ല അവർ ഭയപ്പെടുന്നത്, മറിച്ച് ഈ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെയാണ്. പാലക്കാട്ടെ ജനങ്ങൾ മാത്രമല്ല, ഓരോ മലയാളികളും ഇത് കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് വിവാദത്തിന്റെ തീ കുറയ്ക്കാൻ CPM കണ്ടെത്തിയ ഈ രാഹുൽ നാടകം കൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ കഴിയില്ല. എന്തായാലും കോൺഗ്രസ് പ്രസ്ഥാനം അതിന്റെ വഴിയിൽ ശക്തമായി തുടരും. രാഹുൽ മാങ്കുട്ടത്തിനെതിരെയുള്ള കേസുകൾ നിയമം കൈകാര്യം ചെയ്യട്ടെ, പക്ഷേ കോൺഗ്രസ് എന്ന വികാരം ജനഹൃദയങ്ങളിൽ നിന്ന് മാറ്റാൻ ഒരു പോലീസ് അറസ്റ്റ് കൊണ്ടും സാധിക്കില്ല. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ കരുത്ത് എന്താണെന്ന് CPMന് ബോധ്യപ്പെടുക തന്നെ ചെയ്യും.